Good morning, students. We will next section. In the work study, first work one lamp controlled by one switch. One lamp or switch. We will change the wiring of one lamp controlled by one switch. And the first one aim wire up a circuit to control one lamp by and prepare an estimate of the work. നമ്മൾ ചെയ്യുന്ന വയറിങ്ങിൻ്റെ ലേഔട്ടാണ്. ഈ ലേഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാമ്പിൻ്റെ പൊസിഷൻ എവിടെയാണ് ഓരോ സ്ഥലത്തോട്ടുള്ള ലെങ്ത്. അപ്പോൾ നമ്മൾ നമ്മളിവിടെ ചെയ്യുന്നത് 20 സെൻറ്റിമീറ്റർ ലെങ്തിലാണ്. സപ്ലൈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നു 230 വോൾട്ട് 50 ഹെർട്സ് സിംഗിൾ ഫേസ് എന്നാണ് കേട്ടോ. AC സപ്ലൈ ലെഫ്റ്റ് സൈഡിൽ. ഇവിടുന്ന് 20 സെൻറ്റിമീറ്റർ മാറി ഇവിടെ ഒരു ജംഗ്ഷൻ കാണുന്നുണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് വീണ്ടും 20 സെൻറ്റിമീറ്റർ മാറി മുകളിലൊരു ലാമ്പ് 100 വാട്ടിൻ്റെ ഒരു ലാമ്പ് കാണിച്ചിട്ടുണ്ട്. ഈ ജംഗ്ഷനിൽ നിന്ന് താഴോട്ട് 20 സെൻറ്റിമീറ്റർ മാറി ഒരു സ്വിച്ച് ബോക്സ്, ഒരു SPST സ്വിച്ച് 6 ആമ്പിയറിൻ്റെ സ്വിച്ചും കണക്ട് ചെയ്തു. ഇതാണ് ലേഔട്ട്. നമ്മൾ റെക്കോർഡിൽ ഇത് വരയ്ക്കുമ്പോൾ റെക്കോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം ലേഔട്ട് വരയ്ക്കേണ്ടത്. റെക്കോർഡിൽ ലെഫ്റ്റ് സൈഡിൽ ലേഔട്ട്, അതിൻ്റെ എയിം പ്രൊസീജിയർ ഒക്കെ എല്ലാം റൈറ്റ് സൈഡിൽ. ഓക്കെ, ഇനി നമ്മളടുത്ത് സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കണം. അതും വീണ്ടും അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് വരയ്ക്കേണ്ടത്. നോക്കി, ലെഫ്റ്റ് സൈഡിൽ സപ്ലൈ കാണുന്നു, ലാമ്പ് മുകളിൽ കാണും, സ്വിച്ച് താഴെ. ഇനി അതിൻ്റെ എസ്റ്റിമേഷൻ എഴുതുന്നത് റൈറ്റ് സൈഡിൽ പേജിലാണ്. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ വർക്കിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത്, ലാമ്പ് എത്ര എണ്ണം വേണം, സ്വിച്ച് എത്ര എണ്ണം വേണം, ഫ്യൂസ്, അതിൻ്റെ വയേഴ്സിൻ്റെ ലെങ്ത് എല്ലാം, അതിൻ്റെ വില, അതാണ് എസ്റ്റിമേഷൻ. അത് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഡയഗ്രം ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ന്യൂട്രൽ ലൈൻ N എന്ന് എഴുതിയിരിക്കുന്ന ന്യൂട്രലാണ്, NL എന്ന് എഴുതിയിരിക്കുന്ന ന്യൂട്രൽ ലിങ്ക്. ഇപ്പോൾ ന്യൂട്രൽ ലിങ്ക് വഴി ലാമ്പിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇത് ലാമ്പിൻ്റെ സിമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഫേസ് ലൈൻ, ഇത് ഫ്യൂസിൻ്റെ സിമ്പിളാണ്. ഫ്യൂസ് വഴി കയറി വരുന്നു. സ്വിച്ചിന് 2 ടെർമിനൽസ് കാണിക്കുന്നുണ്ട്. അതവിടെ നോക്കി, 2 ടെർമിനൽസ്, അതാണിത്. ഇപ്പോൾ ഈ വരുന്ന ലൈൻ ഫ്യൂസ് വഴി വരുന്ന ഇൻപുട്ടിൽ എന്ന് പറയുന്നത് അത് സ്വിച്ചിൻ്റെ ബോട്ടം ടെർമിനലാണ് കണക്ട് ചെയ്യേണ്ടത്, സ്വിച്ചിൻ്റെ താഴത്തെ ടെർമിനലാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് അതിൻ്റെ മുകളിലത്തെ ടെർമിനൽ, രണ്ടാമത്തെ ടെർമിനലിൽ നിന്ന് ലാമ്പിലോട്ട് ഫേസ് ലൈൻ കൊടുക്കുന്നു. അതായത് സ്വിച്ച് ഓൺ ആകുമ്പോൾ ഈ 2 ടെർമിനൽ തമ്മിൽ കൂട്ടിമുട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫേസ് ലൈൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കിട്ടും, ന്യൂട്രൽ ഓൾറെഡി ഇവിടെ ഉണ്ട്. അങ്ങനെയാണ് ഈ ലാമ്പ് കത്തുന്നത്. നമുക്കറിയാം, ഒരു ലാമ്പ് കത്തണമെങ്കിൽ ഫേസ് വേണം, ന്യൂട്രൽ വേണം. ആ DC-യിലാണെങ്കിൽ ബാറ്ററി സെല്ലിൽ ഫേസ് ന്യൂട്രലുണ്ട് അല്ലേ. അതിന് പറയുന്നത് എന്താ, പോസിറ്റീവ് നെഗറ്റീവ് എന്നാണ് പറയുന്നത്. DC-യിൽ പറയുന്നത്, AC പറയുന്നത് ഫേസ് ന്യൂട്രൽ. ഓക്കെ, ഇനി നിങ്ങൾ ഡയഗ്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ നീളം 20 സെൻറ്റിമീറ്ററാണ്. നമുക്ക് ബുക്കിൽ 20 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊരു സ്കെയിൽ എടുക്കുന്ന 5 എടുക്കുക കേട്ടോ. 5 സെൻറ്റിമീറ്റർ എടുക്കുക, 20 തന്നെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് 5 ആണെങ്കിൽ മുകളിലോട്ട് 5 ആയിരിക്കണം, ഈ പോയിന്റിൽ നിന്ന് താഴോട്ട് 5 ആയിരിക്കണം, ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അവിടെ എടുത്തിരിക്കുന്ന 5 സെൻറ്റിമീറ്റർ ആണ്. ആ സെയിം ഡിസ്റ്റൻസിൻ്റെ ആയിരിക്കണം ഇവിടെ. ഈ പോയിന്റ് തൊട്ട് ഇവിടെ വരെ 5 ആയിരിക്കണം, ഈ പോയിന്റ് തൊട്ട് ഇവിടെ വരെ 5 ആയിരിക്കണം, ഇവിടുന്ന് താഴെ വരെ 5 ആയിരിക്കണം. പിന്നെ ഈ 2 ലൈൻസ് തമ്മിലുള്ള അകലം സെയിം ആക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ സെയിം ആയിരിക്കണം, ഈ സൈഡും സെയിം ആയിരിക്കണം, ഇവിടെ സെയിം ആയിരിക്കണം. ഓക്കെ, നമ്മളിനി ഇതിൻ്റെ വയറിങ്ങിന് വേണ്ട എസ്റ്റിമേഷൻ എടുക്കുക. എസ്റ്റിമേഷൻ ഞാൻ മുമ്പേ ഒന്ന് പറഞ്ഞിരുന്നു. വയറിൻ്റെ ലെങ്ത് വേണം, എന്തൊക്കെ ഐറ്റംസ് വേണം, സ്വിച്ച് വേണം, ഹോൾഡർ വേണം, അതിൻ്റെ വില, കാര്യങ്ങൾ, അതാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ആദ്യം എടുക്കേണ്ടത്, നമുക്ക് വയറിൻ്റെ ലെങ്ത് നോക്കാം. വയറിൻ്റെ ലെങ്ത് നോക്കി, ഈ എൻഡ് തൊട്ട് ഈ ലാമ്പ് വരെയുള്ള നീളം എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. 40 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഫേസ് ലൈൻ ഈ എൻഡ് തൊട്ട് ഈ സ്വിച്ച് വരെ ഉള്ളത് 40 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി ഈ എൻഡ് തൊട്ട് ലാമ്പ് വരെയുള്ള നീളവും 40 ആണ്. വരുന്നത് 120 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ 40 എന്ന് പറയുന്നത് കറക്റ്റ് സ്വിച്ച് ബോക്സ് വരെയുള്ള നീളമാണ് ഈ 40 പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ സ്വിച്ച് കണക്ട് ചെയ്യണം, കുറച്ച് വയറും കൂടെ എക്സ്ട്രാ വേണം. അപ്പോൾ നമ്മൾ ഒരു വയറിന് 20 സെൻറ്റിമീറ്റർ എക്സ്ട്രാ തരും ഓരോ വയറിനും. മനസ്സിലായോ? അത് ഈ ന്യൂട്രൽ ലൈൻ ഈ ലാമ്പ് വരെയുള്ള നീളമാണ്. ലാമ്പെ കണക്ട് ചെയ്യണം, നമുക്ക് കുറച്ചുകൂടെ നീളം ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 20 സെൻറ്റിമീറ്റർ അവിടെയും എക്സ്ട്രാ തരും. അപ്പോൾ ഇങ്ങനെ 3 വയറിന് 1, 2, 3 വയറുണ്ട്. 3 വയറിനും 20 സെൻറ്റിമീറ്റർ ആയിട്ട് ടോട്ടൽ 180 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കൊണ്ട് പറഞ്ഞ വയറാണ് അല്ലേ. ഇതിന് ഉപയോഗിക്കുന്ന വയർ 1 സ്ക്വയർ mm PVC ഇൻസുലേറ്റഡ് കോപ്പർ വയർ. ഇതാണ് അതിൻ്റെ കറക്റ്റ് സ്പെസിഫിക്കേഷൻ. 1 സ്ക്വയർ mm PVC ഇൻസുലേറ്റഡ്, അത് 150 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. 1.8 മീറ്റർ ആണ്. നെക്സ്റ്റ് വേണം നമ്മൾ PVC കോൺക്രീറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ എസ്റ്റിമേഷൻ എഴുതുന്ന ടേബിളാണ് കേട്ടോ. എസ്റ്റിമേഷൻ എഴുതുന്ന ടേബിളാണ്. PVC കോൺക്രീറ്റിൻ്റെ അതാ നോക്കിയാൽ ഒരു കോൺക്രീറ്റിൻ്റെ നീളം 20 ആണ്, 40, 60. അപ്പോൾ
16 mm PVC കോണ്ടിറ്റ് 1 mm തിക്നെസ്, അതിന് തിക്നെസ് കുറവാണ്, 1 mm തിക്നെസ്, അത് 0.6 മീറ്റർ. ഓക്കെ, ഇനി അടുത്ത ഫ്യൂസ് യൂണിറ്റ് ആണ്. ഫ്യൂസ് യൂണിറ്റ് ഇതാ. അപ്പോൾ അത് നമുക്ക് സർക്യൂട്ടിൽ ഒരെണ്ണം മതി. അപ്പോൾ നമ്മളിവിടെ ഒരെണ്ണം എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഫ്ലഷ് ടൈപ്പ് സ്വിച്ച് ആണ്. ഫ്ലഷ് ടൈപ്പ് സ്വിച്ച് 1 വേ 240 വോൾട്ട് 6 ആമ്പയർ. അപ്പോൾ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ അതിവിടെ നമ്മുടെ ഈ ടേബിളിൽ 1 എഴുതുക. അടുത്ത സ്ട്രെയിറ്റ് ബാറ്റൻ ഹോൾഡർ ഒരെണ്ണേ ഉള്ളൂ, അത് ഇവിടെ എഴുതുക. അടുത്ത ഇൻകാൻഡസെൻറ്റ് ലാമ്പ് 240 വോൾട്ട് 60 വാട്ട്. അപ്പോൾ ഇതിവിടെ നോക്കിയാൽ ഒരെണ്ണേ ഉള്ളൂ, അത് ഇവിടെ എഴുതുക. ഇനി അടുത്തത് റൗണ്ട് ബ്ലോക്കാണ്. റൗണ്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ ലാമ്പ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന റൗണ്ട് ബ്ലോക്ക്, റൗണ്ടിലുള്ള സാധനത്തിലാണ് ഉപയോഗിക്കുന്നത്. അതിന് റൗണ്ട് ബ്ലോക്കാണെന്നുള്ളത്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ PVC 25x75 mm, അത് ഒരെണ്ണം മതി. ഓക്കെ, അടുത്ത സ്വിച്ച് ബോക്സ്. ഈ സ്വിച്ച് കണക്ട് ചെയ്യാൻ നമുക്ക് സ്വിച്ച് ബോക്സ് വേണം, അത് ഒരു സ്വിച്ച് ബോക്സ്. ഇനി ജംഗ്ഷൻ ബോക്സ്. ജംഗ്ഷൻ ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന 3 കോണ്ടിറ്റാണ്, 20 സെൻറ്റിമീറ്ററുള്ള 3 കോണ്ടിറ്റാണ്. ആ കോണ്ടിറ്റ് ഈ ഷേപ്പിലാക്കണമെങ്കിൽ നമ്മളിവിടെ 3 വേ ജംഗ്ഷൻ ബോക്സ് കണക്ട് ചെയ്യണം. 3 വേ ജംഗ്ഷൻ ബോക്സ്. അപ്പോൾ ഇവിടെ 3 വേ ജംഗ്ഷൻ ബോക്സ് ഒരെണ്ണം. ഇനി അടുത്തത് സാഡിൽസ്. ഇതിൽ നമുക്ക് ഫിക്സ് ചെയ്യണം അല്ലേ. നമുക്ക് 3 കോണ്ടിറ്റ് കയ്യിലുണ്ട്, അത് ബോർഡിൽ അല്ലെങ്കിൽ ഭിത്തിയിൽ ഫിക്സ് ചെയ്യണം. അതിന് ഉപയോഗിക്കുന്നത് സാഡിലാണ്. ഒരു കോണ്ടിറ്റിന് ഒരു സാഡിലാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ സെൻറ്ററിൽ ഓരോ സാഡിൽ. അപ്പം 3 സാഡിൽ വേണം ഇവിടെ സാഡിൽ ഉപയോഗിക്കുക. ഇനി അടുത്തത് സ്ക്രൂസ്. ഇതെല്ലാം ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്ക്രൂ വേണം. അത് 3 ടൈപ്പ് സ്ക്രൂ നമ്മൾ പറഞ്ഞിരുന്നു. അത് 13x6 mm സ്ക്രൂ, അത് സാഡിൽ ഉപയോഗിക്കാൻ വേണ്ടി 13x6 mm സ്ക്രൂ, 19x6 mm സ്ക്രൂ, ഫ്യൂസ് യൂണിറ്റിന് ഉപയോഗിക്കാനായിട്ട് 35x8 mm സ്ക്രൂ എന്ന് പറഞ്ഞ് കുറച്ച് ലെങ്ത് ഉള്ള സ്ക്രൂ ആണ്. അത് റൗണ്ട് ബ്ലോക്ക് ഫിക്സ് ചെയ്യാനാണ്. ഇതാണ് ഇതിൻ്റെ എസ്റ്റിമേഷൻ. ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് പുറകെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തു തരാം. അപ്പോൾ ഇതിൻ്റെ എണ്ണം മാത്രമേ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്ന് നോക്കിയാൽ 11 സാധനങ്ങളുണ്ട്. നമ്മളിനി വയറിംഗ് സെക്ഷനിലൂടെ പോവുകയാണ്, വയറിംഗ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ടൂൾസ് ആവശ്യം. നമുക്ക് ആദ്യം ഓരോന്ന് പരിചയപ്പെട്ട നേരത്തെ കാണിച്ചതാണ്. ഇത് ബോൾ പിൻ ഹാമർ, പോക്കർ, ഹെവി ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവർ, മീഡിയം ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവർ, കണക്ടർ സ്ക്രൂ ഡ്രൈവർ, ലൈൻ ടെസ്റ്റർ, കോമ്പിനേഷൻ പ്ലെയർ, വയർ സ്ട്രിപ്പർ ഓർ വയർ കട്ടർ. ഇത്രയും ടൂൾസാണ് നമ്മൾ വയറിങ്ങിന്. ഇവിടെ ഉണ്ട്, ഡ്രില്ലൊക്കെ ഉണ്ട്. നമുക്കിവിടെ പോക്കറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ എസ്റ്റിമേഷൻ പറഞ്ഞിരുന്നല്ലേ, അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. വയർ 1 square mm PVC ഇൻസുലേറ്റഡ് കോപ്പർ വയർ, PVC കോണ്ടിറ്റ്, പോർട്ട്ലൈൻ ഫ്യൂസ് യൂണിറ്റ്, ഫ്ലഷ് ടൈപ്പ് സ്വിച്ച്, സ്ട്രെയിറ്റ് ബാറ്റൻ ഹോൾഡർ, ഇൻകാൻഡസെൻറ്റ് ലാമ്പ്, റൗണ്ട് ബ്ലോക്ക്, സ്വിച്ച് ബോക്സ്, 3 വേ ജംഗ്ഷൻ ബോക്സ്, സാഡിൽ 35x8 mm സ്ക്രൂ, 19x6 mm സ്ക്രൂ, 13x6 mm സ്ക്രൂ. നമ്മൾ വയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബോർഡിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇഷ്ടം പോലെ ഹോളുണ്ട്. ഇപ്പം സീനിയേഴ്സ് ചെയ്തിട്ടുള്ളതാണ്. ഈ വർഷം നമ്മൾ പുതിയ ബോർഡ് വയറിംഗ് ചെയ്യുന്നു. ഓരോ ബാച്ചിനും ഓരോ ബോർഡാണ് തരുന്നത് കേട്ടോ. ഓരോ ബോർഡും ആ വയറിങ്ങിന് വേണ്ട ആക്സസറീസ് ടൂൾസ് എല്ലാം ഓരോ ബാച്ച്, നിങ്ങൾ 2-3 പേരായിട്ട് ഒരു ബാച്ച് തിരിക്കും. എന്നിട്ട് ഓരോ ബാച്ചിനും ഓരോ വയറിംഗ് ബോർഡ് തരും. ഓക്കെ, നമ്മൾ വയറിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് തന്നിരിക്കുന്ന ലേ ഔട്ട് അനുസരിച്ച് ലാമ്പിൻ്റെ പൊസിഷൻ മുകളിലാണ്, സ്വിച്ച് ബോക്സ് താഴെ, സപ്ലൈ ലെഫ്റ്റ് സൈഡിൽ. നമ്മളിനി കോണ്ടിയിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മളിനി ഫിക്സ് ചെയ്യാനായിട്ട് ഓരോ കോണ്ടിറ്റിൻ്റെ സെൻട്രലായിട്ട് ഓരോ സാഡിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഓരോ സാഡിൽ കണക്ട് ചെയ്തു. സാഡിൽ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന സ്ക്രൂ 13x6 mm സ്ക്രൂ ആണ്. ആ സാഡിൽ ആദ്യം നമ്മൾ ടൈറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മളിനി സ്ക്രൂ ചെയ്യാൻ വേണ്ടി ആദ്യം അതിനൊരു പാത്ത് ഉണ്ടാക്കണം, ഒരു ഹോൾ ഉണ്ടാക്കണം. അതിന് പോക്കർ നമ്മൾ ഉപയോഗിക്കുന്നു. പോക്കർ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയാണ്. ഹാമറോട് അടിച്ചു, ഒന്ന് ട്വിസ്റ്റ് ചെയ്തു, വീണ്ടും അടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ടിൽ ആ ഹോൾ കിട്ടും. ഇതിലാണ് സ്ക്രൂ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വയറിങ്ങിൻ്റെ അടുത്തത് സാഡിൽ ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് സ്ക്രൂ എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്ത് പോക്കറും ഹാമറും ഉപയോഗിച്ച് അവിടെ ഹോൾ ഉണ്ടാക്കി സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുന്നു. സ്ക്രൂ വെച്ച് നമ്മൾ സാഡിലെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് ഫിക്സ് ചെയ്യുക കേട്ടോ. നല്ല ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യണം. അതുപോലെ ഈ ജംഗ്ഷൻ ബോക്സിൻ്റെ സെൻറ്ററിൽ സ്ക്രൂവിൻ്റെ ആവശ്യമില്ല. ഈ സാഡിൻ്റെ 3 സാഡിൽ ഫിക്സ് ചെയ്യുമ്പോൾ അത് ഫിക്സ് ആയിട്ടിരുന്നുള്ളൂ. ഇനി നമുക്ക് വയറിങ് നോക്കാം. വയറിങ് നമുക്ക് 2 കളർ വയറുണ്ട്. ഫേസിന് നമ്മൾ റെഡാണ് കൊടുക്കുന്നത്, ന്യൂട്രൽ ബ്ലാക്ക്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സ്റ്റാൻഡേർഡാണ്. ഫേസിന് റെഡ്, ന്യൂട്രൽ ബ്ലാക്ക്, എർത്ത് പോയിൻറ്റ് ഗ്രീനാണ്. അപ്പോൾ നമുക്ക് വയറിങ് ചെയ്യാം. ആദ്യം നമ്മൾ ഫേസ് ലൈനാണ് ഇടുന്നത്. ഫേസ് ലൈൻ ഇവിടുന്ന് ഇട്ടു, അത് നേരെ സ്വിച്ച് ബോക്സിലോട്ട് ഫേസ് ഇട്ടു. ഇനി ന്യൂട്രൽ ലൈൻ
നേരെ ലാമ്പിലോട്ടാണ് പോകേണ്ടത്. നമ്മുടെ ലേഔട്ട് അനുസരിച്ച് ഡയഗ്രം അനുസരിച്ച് നേരെ ലാമ്പിലോട്ടാണ്. ഇപ്പോൾ ന്യൂട്രൽ ലൈൻ ലാമ്പിലോട്ട് നമ്മൾ ലാമ്പ് എവിടെയാണ് ഇരിക്കേണ്ടത് ആ പൊസിഷനിലോട്ട് ന്യൂട്രൽ ലൈൻ ഇട്ടു. ഇനി സ്വിച്ച് ബോക്സ് ഫേസ് വന്നിട്ടുണ്ട്. ഇനി ഫേസ് സ്വിച്ച് ബോക്സിൽ നിന്ന് ലാമ്പിലെത്തും. അതിന് നമ്മൾ വീണ്ടും റെഡ് വയർ എടുത്തു. ഓക്കെ, നമ്മുടെ വയറിംഗ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കൂടുതൽ ലെങ്ത് ഉള്ള വയർ, കൂടുതൽ ലെങ്ത് ഉള്ളിലോട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ജംഗ്ഷൻ ബോക്സിൽ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതിങ്ങനെ വളച്ച് സേവ് ചെയ്യാം. അപ്പോൾ ഈ ജംഗ്ഷൻ ബോക്സിന് ഒരു കവറുണ്ട്. ആ കവർ ഊരി കഴിയുമ്പോഴാണ് നമ്മൾ ഇതാ നോക്കി ഇതിൻ്റെ കവറുണ്ട്. ലാസ്റ്റ് ഫിനിഷ് ചെയ്തിടുമ്പോഴാണ് കവർ കഴിയുന്നത്. ഇതെടുത്ത് കഴിയുമ്പോൾ ഇതിനകത്തുള്ള വയേഴ്സ് നമുക്ക് വെരിഫൈ ചെയ്യാം. അതുകൊണ്ട് ഇതിനെ ഇൻസ്പെക്ഷൻ ബോക്സ് എന്ന് പറയാറുണ്ട്, ജംഗ്ഷൻ ബോക്സ്. അടുത്തായിട്ട് നമ്മൾ സ്വിച്ച് ബോക്സ് കണക്ട് ചെയ്യും. ഇതാണ് സ്വിച്ച് ബോക്സ്. സ്വിച്ച് ബോക്സ് നോർമലി ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള പുതിയത് അത് കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യാൻ നേരത്തെ ഇവിടെ കട്ട് ചെയ്യും. അത് കോണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് കയറി ഇരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ 2 ഹോൾ കാണുന്നുണ്ട്. 2 സ്ക്രൂ ഇട്ട് ആദ്യം അവിടെ ഫിക്സ് ചെയ്യണം. ഇനി അടുത്ത ശേഷം സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നു. സ്വിച്ച് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്യൂസ് വഴി വരുന്ന ലൈൻ സ്വിച്ചിൻ്റെ ബോട്ടം ടെർമിനലാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ബോട്ടം ടെർമിനലാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ സ്ക്രൂ ലൂസ് ചെയ്തു, വയർ ഈ കണ്ടക്ടറിൻ്റെ അത് കയറ്റി ഇത് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് മുകളിലോട്ട് പോകേണ്ട ലൈൻ സ്വിച്ചിൻ്റെ ടോപ്പ് ടെർമിനലാണ് കണക്ട് ചെയ്യേണ്ടത്, ലാമ്പിലോട്ടുള്ളത്. ഓക്കെ, അത് ഇതുപോലെ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ സ്വിച്ച് ബോക്സ് ഇവിടെ സ്വിച്ച് ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നു. അടുത്ത് നമ്മൾ റൗണ്ട് ബ്ലോക്ക് ഫിക്സ് ചെയ്യാണ്. റൗണ്ട് ബ്ലോക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. റൗണ്ട് ബ്ലോക്ക് 2 ഹോൾ കാണുന്നുണ്ട്. ഒരു ഹോൾ കൂടെ ഫേസ് ലൈൻ കണക്ട് ചെയ്തു, ഒരിടത്തൂടെ ന്യൂട്രൽ ലൈൻ കണക്ട് ചെയ്തു. ഇനി 2 ഹോൾഡറുണ്ട്. നമ്മൾ സ്ട്രേറ്റ് ബാറ്റൺ ഉണ്ട്, ആങ്കിൾ ബാറ്റൺ ഉണ്ട്. നമ്മളിവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സ്ട്രേറ്റ് ബാറ്റനാണ്, ശ്രദ്ധിക്കാം. നമ്മളടുത്തത് ഈ റൗണ്ട് ബ്ലോക്ക് ഫിക്സ് ചെയ്യാൻ ഈ 35x8 mm സ്ക്രൂ അതിൻ്റെ സെൻറ്ററിൽ റൗണ്ട് ബ്ലോക്ക് ആദ്യം ഫിക്സ് ചെയ്യാം. അതിനുശേഷം നോക്കിയേ, ഇത് ഹോൾഡറാണ്. ഹോൾഡറിന് 2 ടെർമിനൽസ് കാണുന്നുണ്ട്. ഏത് വേണം നമുക്ക് ഫേസ് ന്യൂട്രൽ സെലക്ട് ചെയ്യാം. പക്ഷേ തമ്മിൽ കൂട്ടി മുട്ടാതിരുന്നാൽ മാത്രം മതി. തമ്മിൽ കോൺടാക്ട് ഉണ്ടാകരുത് കാരണവശാലും, കാരണം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകും. ലൂസ് ചെയ്തു, സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരു വയർ ഇവിടെ കണക്ട് ചെയ്യുന്നു, രണ്ടാമത്തെ വയർ അടുത്ത ടെർമിനൽ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഹോൾഡർ 6 mm സ്ക്രൂ വെച്ച് ഈ റൗണ്ട് ബ്ലോക്കിൽ 2 സൈഡിൽ സ്ക്രൂ കൊടുത്ത് ഫിക്സ് ചെയ്യുകയാണ്. അടുത്ത നമുക്കറിയാം അതിൻ്റെ മെയിൻ സർക്യൂട്ടിൻ്റെ മെയിൻ സാധനമാണ് ഫ്യൂസ് യൂണിറ്റ് അല്ലേ. ഫ്യൂസ് ഉപയോഗിക്കുന്നതിന് സർക്യൂട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പോർട്ട്ലൈൻ ഫ്യൂസ് യൂണിറ്റാണ്. ഇതിന് 2 ടെർമിനൽസ് ഉണ്ട്. അത് എവിടെ വേണമെങ്കിലും നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്കാം. 2 സെയിം ആണ്. ഇപ്പോൾ എന്ത് ചെയ്യും, റെഡ് വയർ അതായത് നമ്മൾ ഫേസ് ലൈൻ ഈ ഫ്യൂസിൻ്റെ സൈഡ് കണക്ട് ചെയ്യുക. അടുത്ത് ഇവിടുന്ന് വേറെ ഒരു വയറും കൂടെ എടുത്ത് നമ്മൾ പുറത്തോട്ട് റെഡ് കണക്ട് ചെയ്യുക. ഇനി ന്യൂട്രൽ ലിങ്ക്, ഈ ന്യൂട്രൽ ലിങ്കിലാണ് ഈ ബ്ലാക്ക് വയർ കണക്ട് ചെയ്യേണ്ടത്. ഫ്യൂസിൻ്റെ 2 ടെർമിനൽ പറഞ്ഞു. ഇതിന് മുകളിലുള്ള ഈ ചെറിയ സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ വയർ ഇവിടെ നമ്മളൊരു ഹോൾ കാണുന്നുണ്ട്. ആ ഹോളിൽ കൂടെ വയറിട്ട് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ സ്ക്രൂ ഇതിൻ്റെ സെൻറ്ററിൽ, ഫ്യൂസിൻ്റെ സെൻറ്ററിലാണ് 19/6 mm സ്ക്രൂ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സെൻറ്ററിൽ ഈ ഹോളുണ്ട്, അവിടെ ഇത് ഫിക്സ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ഫിനിഷിംഗ് ആണ്. ഈ ഫ്യൂസിൻ്റെ ഫ്യൂസ് കാരിയർ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഫ്യൂസ് വയർ എന്ന് പറയുന്നതാണ്. 2 ടെർമിനലും ഒരു ചെമ്പ് കമ്പി കണക്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ ഫ്യൂസിന് ഉപയോഗിക്കുന്നത് ലെഡും ടിന്നും ചേർന്ന ഒരു അലോയാണ്. നമ്മളിവിടെ വർക്ക്ഷോപ്പിൽ തൽക്കാലം യൂസ് ചെയ്തിരിക്കുന്ന ഒരു കോപ്പർ കമ്പിയാണ്. ഇതാണ് ഫ്യൂസ് വയർ. ഓക്കെ, ഇത് ഫ്യൂസിൽ കണക്ട് ചെയ്തു. അപ്പോൾ എന്താ ഇവിടെ കൊടുക്കുന്ന സപ്ലൈ നമുക്ക് ഇവിടെ കിട്ടും. ഇനി അടുത്തത് ഈ ജംഗ്ഷൻ ബോക്സ് ഇടുക. ജംഗ്ഷൻ ബോക്സ് ഇപ്പോൾ ഓപ്പൺ ആണ്. നമ്മളതിൻ്റെ ക്യാപ്പ് ഇത് കണക്ട് ചെയ്തു. കാരണം ഇത് ലാസ്റ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യാവുള്ളൂ. 2 സ്ക്രൂ ഇട്ട് അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ വയറിങ് സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ കംപ്ലീറ്റ് ആയ വർക്കാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. നോക്കിയേ, ഫ്യൂസ് കണക്ട് ചെയ്തിട്ടുണ്ട്, കോണ്ടിയിട്ട്, സാഡിൽ ജംഗ്ഷൻ ബോക്സ്, സാഡിൽ സ്വിച്ച് ബോക്സ്, അതിന് മുകളിൽ നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ മുകളിലോട്ട് നോക്കാം. ഇവിടെ റൗണ്ട് ബ്ലോക്കിൽ സ്ട്രേറ്റ് ബാറ്റ് ഹോൾഡർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻകാൻഡസൻ ലാമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് ന്യൂട്രൽ ലിങ്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വർക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സപ്ലൈ അത് നമുക്ക് സപ്ലൈ ഉണ്ടോ നോക്കാം. നമുക്ക് ഈ ടെസ്റ്റ് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ അറിയാവും. ടെസ്റ്റ് നമ്മൾ ഫ്യൂസിൽ നോക്കി, ഇതാ ഇതിനകത്തൊരു ലൈറ്റ് കത്തുന്ന കാണുന്നുണ്ടോ? ഓക്കെ, ഇത് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആണ്. ഇനി അടുത്ത നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റിസൾട്ട് കാണുന്നു. ആ റിസൾട്ട് കാണുന്നതിനാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്. അപ്പോൾ ആ വർക്ക് ചെയ്യുന്ന 3 പേർക്കും ഒരുപോലെ മാർക്കാണ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്.
ആരാണോ നല്ലൊരു വർക്ക് ചെയ്യുന്നത് അവർക്ക് ഇച്ചിരി മാർക്ക് വ്യത്യാസമൊക്കെ കാണും. അപ്പോൾ ഞങ്ങളത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ വീണ്ടും ഇതെല്ലാം നമ്മൾ അഴിക്കണം. എല്ലാ സ്ക്രൂ അഴിച്ച് എല്ലാ സാധനവും നമ്മൾ തന്നിരിക്കുന്ന രീതിയിൽ ആദ്യം തന്ന പോലെ തന്നെ തിരിച്ച് നമ്മൾ തന്നു കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ വർക്കിൻ്റെ മാർക്ക് വന്ന് ഇടുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് വർക്ക് ചെയ്തായിരുന്നു 1 ലാമ്പ് കൺട്രോൾ ബൈ 1 സ്വിച്ച്. അത് വർക്ക് ചെയ്തു, അതിൻ്റെ റിസൾട്ട് കിട്ടി. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.